Hi all. What is the verbal communication? Discuss the various types. First one is oral communication. Oral എന്ന് വെച്ചാൽ വാക്കാലുള്ളൂ. The oral communication implies the communication through the mouth. It includes the individuals, the conversing with each other, be it a direct conversation or the telephonic conversation. നേരിട്ട് നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസോ അല്ലെങ്കിൽ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻസോ ഈ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ പെടാം. And the speeches and presentation and discussions are all forms of oral communication. അപ്പൊ ഈ ഓറൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരിട്ട് നമ്മൾ അവരോട് സംസാരിക്കുന്നു, ടെലിഫോണിൽ കൂടി സംസാരിക്കുന്നു, അവരുടെ പ്രസന്റേഷൻസും ഡിസ്കഷൻസ് പല ചർച്ചകൾ കൂടി നടത്തുന്നു. ഇതിനെല്ലാം നമ്മൾ പൊതുവെ ഓറൽ കമ്മ്യൂണിക്കേഷൻസ്. ഓറൽ കമ്മ്യൂണിക്കേഷൻസ് generally recommended when the communication matter is of temporal kind or where the direct interaction is required. Direct ആയിട്ടുള്ള interaction വരെ പരസ്പരമായ ബന്ധവും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻസ്, അതായത് നമ്മൾ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ്. മീറ്റിംഗ്, ലെക്ചേഴ്സ്, കോൺഫറൻസ്, ഇന്റർവ്യൂ, ഇതെല്ലാം നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ്. For example, when the teacher teaches in the class, it is face-to-face communication. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ അത് face-to-face communication. During the COVID-19 pandemic, classes were held in online uses. Zoom meeting, Google Meet or Microsoft Teams platform. ഇതെല്ലാം നമ്മൾ ഓൺലൈനിലാണ്, നേരിട്ടുള്ള സംസാരമല്ല. നമ്മൾ നെറ്റ് വഴി അത് ഓൺലൈനായിട്ട് സംസാരിക്കുന്നതാണ്. When two persons talk the Skype or WhatsApp, they communicate face to face verbally. അതായത് രണ്ട് വ്യക്തികൾ പരസ്പരമായിട്ട് സംസാരിക്കുന്നത് വാട്സപ്പിൽ കൂടി സ്കൈപ്പ് വഴി ഫേസ് ടു ഫേസ് സംസാരിക്കും. ഇതെല്ലാം നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ. നേരിട്ട് സംസാരിക്കുന്നു, ഇതെല്ലാം ഓറൽ കമ്മ്യൂണിക്കേഷൻസ്. നെക്സ്റ്റ്, the speak in clear and confident, strong and wise. നമ്മൾ സംസാരിക്കുന്നതെല്ലാം വളരെ ക്ലിയർ ആയി, സ്പീക്ക് ഇൻ ക്ലിയർ ആൻഡ് കോൺഫിഡന്റ് സ്ട്രോങ് വോയിസ്. Clear and confident and strong voice. One should speak in confident, clear and strong voice so that it is audible to the everyone in the audience. Keep to pace or your speaking. അപ്പൊ ഇവിടെ സ്പീക്ക് ചെയ്യുന്നത് എന്താണോ നമ്മൾ സംസാരിക്കുന്നത്, ഇത് വളരെ ക്ലിയർ ആയി, അത് കോൺഫിഡന്റ്, ആത്മാർത്ഥമായിട്ട് സ്ട്രോങ് ആയിട്ട് ആ വോയിസ് പറയുന്നത് സ്ട്രോങ് ആയി. അത് കൂടുതൽ സ്പീഡിൽ പറയുകയോ കൂടുതൽ സ്ലോ ആയിട്ട് പറയുകയോ ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവോയ്ഡ് യൂസിങ് ഫില്ലർ വേർഡ്സ്. അതായത് it is a better pause for second rather than the using filler words such so like frequent use of the filler words is distant. ആവശ്യമില്ലാത്ത ഫില്ലർ വേർഡ്സ് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഡിസ്റ്റർബ് ആയി മാറും. Be an active listener. Verbal communication two way to process. You should therefore be active listener. Active listener. അത് വളരെ കോൺഫിഡന്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കും. Try to understand a question quickly because it is look or the asker repeat the questions. വളരെ
ആക്റ്റീവായിട്ട് അത് ലിസൺ ചെയ്യണം ശരിക്കും. നമ്മൾ പറയുന്ന ഒരു വ്യക്തി പറയുന്നത് എന്താണ് പറയുന്നത് എന്ന് വളരെയധികം ആക്റ്റീവായിട്ട് എന്നാൽ മാത്രമേ ആ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഈ എസൻസ് ഓഫ് ക്ലിയർ കമ്മ്യൂണിക്കേഷനില് ക്ലിയർ പ്രൊണൗൺസിയേഷൻ, നമ്മൾ പറയുന്നത് ആ പറയുന്ന രീതികൾ, പ്രൊണൗൺസിയേഷൻ, അത് വ്യക്തത ഉണ്ടാകും. അടുത്തത് ബ്രീവിറ്റി ഉണ്ടാകും. അത് വലിച്ചു നീട്ടിക്കൊണ്ടുപോകാതെ അത് വളരെ ഷോർട്ടായിട്ട് ഒരു ബ്രീഫ്നെസ് ഉണ്ടാകും. ഇത് ഓറൽ കമ്മ്യൂണിക്കേഷനെ പ്രത്യേകം. അപ്പോൾ വളരെ ക്ലിയർ ആയിരിക്കും, പ്രൊണൗൺസിയേഷൻ ക്ലിയർ ആയിരിക്കണം, അത് ബ്രീവിറ്റി ഉണ്ടാകണം. എന്ന് വെച്ചാൽ വളരെ ബ്രീഫായിട്ട് പറയാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് വാരി വലിച്ചു വിടാതെ അത് പറയുന്ന കാര്യം ബ്രീഫായി അത് മനസ്സിലാക്കും. ആൻഡ് പ്രിസിഷൻസ്, വളരെ കൃത്യത. ആൻഡ് കൺവിക്ഷൻ, അത് ദൃഢമായിരിക്കണം. പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കും. ആൻഡ് ലോജിക് സീക്വൻസ്, നമ്മുടെ തത്വത്തിനനുസരിച്ച് നമ്മൾ പറയുന്ന വേടുകൾ വളരെ വ്യക്തതയും അത് അതിന് അനുയോജ്യമായി. ആൻഡ് അപ്രോപ്രിയേറ്റ് വേർഡ് ചോയ്സ്, അതിന് സമുചിതമായ വേഴ്സുകൾ ഉപയോഗിക്കും. ഇതെല്ലാം ഓറൽ കമ്മ്യൂണിക്കേഷൻസ് വേണ്ട പ്രത്യേകത. പിന്നെ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ റൈറ്റ് പേഴ്സൺ ആൻഡ് യൂസ് ദ നാച്ചുറൽ വോയിസ്. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയരുത്. അത് നാച്ചുറൽ സ്വതയുള്ള വാക്കുകളാണ്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ റൈറ്റ് പേഴ്സൺ. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട വ്യക്തി അത് യഥാർത്ഥത്തിൽ ഡു നോട്ട് ഗെറ്റ് ഗൈഡഡ് ബൈ അസംഷൻസ്. വെറുതെ അസംഷൻസ് ഉണ്ടാകരുത്, അത് വ്യക്തത എന്നാണ്. ലുക്ക് ഫോർ ഫീഡ്ബാക്ക്. അപ്പൊ അതിനൊരു ഫീഡ്ബാക്ക് ഉണ്ടാവും. Allow to ask a question. Allow to ask a questions. നമുക്ക് അതിന് ആ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത കിട്ടുകയാണെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ എന്ന് വെച്ചാൽ എഴുതപ്പെട്ട കമ്മ്യൂണിക്കേഷൻ, മറ്റത് ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ എഴുതി വിടുന്നു. എഴുതി നമ്മുടെ ആവശ്യം എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു പേപ്പറിൽ എഴുതി അത് മറ്റു വ്യക്തി. ഇതിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻസിലെ കംപ്ലീറ്റ്നെസ്, നമ്മൾ എഴുതപ്പെടുന്ന വാക്കുകളെല്ലാം കംപ്ലീറ്റ്, ഒരു കംപ്ലീറ്റ്നെസ് ആണ്. ആൻഡ് കോൺഷ്യസ്നസ്, അത് വളരെ ബോധപൂർവമായിട്ടുള്ള വെറുതെ ഇങ്ങനെ സംസാരിക്കല്ല, ബോധപൂർവം. ആൻഡ് കൺസിഡറേഷൻ, പറയുന്ന കാര്യങ്ങളെല്ലാം പരിഗണനാഗ്രഹമാണ്, പരിഗണിക്കപ്പെടും. കൺസിഡറേഷൻ ആൻഡ് ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ എഴുതപ്പെടുന്ന കാര്യങ്ങൾ, ആ എഴുതപ്പെടുന്ന ഓരോ വേർഡിനും ക്ലാരിറ്റി ഉണ്ടാവും, ഒരു സംശയത്തിന്റെ ദൃഷ്ടിയുള്ളവര്. ആൻഡ് കോൺടസ്റ്റ്, വിധേയത്വം ഉണ്ടാവും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ പറയുന്നതല്ല, എഴുതപ്പെടുന്ന കാര്യങ്ങളെല്ലാം വ്യക്തത. ആൻഡ് ക്ലാരിറ്റി ഉണ്ടാവണം, ഓരോ വേർഡിനും ക്ലാരിറ്റി ഉണ്ടാവും. കറക്റ്റ്നെസ്, തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇനി വിഷ്വൽ ആൻഡ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ്. ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചില പിക്ചറുകൾ കാണിച്ച്, അതിന്റെ ചാർട്ടുകൾ കാണിച്ച്, മാപ്പുകൾ കാണിച്ച്, അതുപോലെ തന്നെ ഗ്രാഫുകൾ കാണിച്ച് അവരെ മനസ്സിലാക്കും. അപ്പൊ ഇത് വിഷ്വലായി. വിഷ്വൽ ആകുമ്പോൾ അത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനം. The audio visual communication is a combination to sight and sound.
ഈ ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നു, അത് കേൾക്കാൻ. But now the big business organizations use this mode of communication extensively, particularly for training programs. അതിന് പ്രത്യേക പരിശീലനങ്ങൾ കൊടുക്കും, പബ്ലിസിറ്റി കൊടുക്കും, മാസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, മാസ് പ്രൊപ്പഗൻഡ കൊടുക്കും. ഈ ഓഡിയോ വിഷ്വൽ നമ്മൾക്ക് അതിന്റെ സൗണ്ടും അതുപോലെ തന്നെ കാണുവാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് വ്യക്തത കിട്ടും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി. ഷോർട്ട് ടെലിഫോൺ ആൻഡ് ഫ്രീക്വൻലി യൂസ് ടു പോപ്പുലറൈസ് their production and for advertisement. ധാരാളം പരസ്യങ്ങൾ ടി വി കാണും. ഈ പരസ്യങ്ങളിൽ ജനങ്ങളിൽ ആവശ്യം ആ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, അതുകൊണ്ടുള്ള പ്രയോജനമെന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഓഡിയോ വിഷ്വൽ കൊണ്ട്. ഇതിനുണ്ട് പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് പോപ്പുലർ ആണ്. ടെക്നോളജി ഡെവലപ്മെന്റ്സ് കൊണ്ട് ഫെസിലിറ്റേറ്റ് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വളരെ പോപ്പുലർ ആണ്. ആൻഡ് സപ്പോർട്ട് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇത് സപ്പോർട്ട് ചെയ്യും. The use of the graph and pictures and diagrams, etc., make the communication more attractive and easily grasped. അതായത് ഈ ഓറൽ കമ്മ്യൂണിക്കേഷൻ ശരിയായ രീതിയിൽ അതിന്റെ ഗ്രാഫും പിക്ചറും ഡയഗ്രാംസ് ആണെങ്കിൽ അത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, ആകർഷിക്കും, ഈസിലി ഗ്രാസ്പ്, പെട്ടെന്ന് മനസ്സിലാക്കി. ഇനി ഈസി ടു പ്രസന്റേഷൻ ഓഫ് കോംപ്ലക്സ്, നമ്മൾ അതിൽ വളരെ ഈസി ആയിട്ട് അത് പ്രസന്റ് ചെയ്യപ്പെടും. ഈസി ടു പ്രസന്റ് ആൻഡ് ഹെൽപ്ഫുൾ ഫോർ റൂറൽ ക്ലൈംറ്റ്. Helpful for rural client. Visual and audio visual communication is very helpful, particularly for the rural population, where the percentage of illiterate and semi-literate people is higher. അതായത് ഈ റൂറൽ ആയിട്ടുള്ള ക്ലയൻസ് ഓൾറെഡി എഡ്യൂക്കേറ്റഡ്, ഇല്ലിറ്ററേറ്റ് ആയി, അല്ലെങ്കിൽ സെമി ഇല്ലിറ്ററേറ്റ് ആയി, ഇങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ട്. ഇവർക്ക് പിക്ചർ മുഖേനയുള്ള കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ ആൻഡ് ഓഡിയോ കമ്മ്യൂണിക്കേഷൻ അവർക്ക് വളരെ സഹായം. അപ്പൊ ഇവർക്ക് ഈ പിക്ചർ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അപ്പൊ ഹെൽപ്ഫുൾ ഫോർ റൂറൽ ക്ലൈന്റിനുള്ള സഹായകം. അത് സേവ് ദി ടൈം. നമ്മൾ കൂടുതൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, അത് പിക്ചർ നേരിട്ട് മനസ്സിലാക്കി കൊടുത്താൽ ഒരുപാട് ടൈം അത് പെട്ടെന്ന് കണ്ടു. ആൻഡ് ഡിസിഷൻ മേക്കിംഗ് കുക്കർ. ഡിസിഷൻ, അപ്പൊ അതനുസരിച്ച് നമുക്ക് ഡിസിഷൻ പെട്ടെന്ന് എടുക്കാം. ആൻഡ് ഹെൽപ്ഫുൾ ഇൻ പബ്ലിസിറ്റി. അപ്പൊ ഇങ്ങനെ ഓഡിയോ വീഡിയോ സിസ്റ്റത്തിലാണെങ്കിൽ ഇത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, അത് അവരെ ആകർഷിക്കുകയും ഫെസിലിറ്റി പബ്ലിസിറ്റി വളരെ ജനങ്ങളോട് ഇൻഫ്ലുവൻസ് സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി മോർ എക്സ്പെൻസീവ്, ഇതിന് വെച്ചാൽ ദൂഷ്യവശങ്ങളുള്ള മോർ എക്സ്പെൻസീവ് ആണ്. നമ്മൾ അതിനൊരു ചെലവ്, മോർ എക്സ്പെൻസീവ്, ടൈം കൺസ്യൂമിങ്, ഒരുപാട് സമയം ഇതിനകത്ത് മാറ്റേണ്ടത്. ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ്. ഒരു സമൂഹത്തിനുള്ളിലുള്ള, അതിന് ഫാമിലിക്കുള്ളിലുള്ള പ്രോഗ്രാംസ് ഒന്നും നോട്ട് ആഡിക്വേറ്റ് ഫെസിലിറ്റീസ്, വേണ്ടത്ര ഫെസിലിറ്റീസ് ഡ്യൂ ടു due lack of facilities, it may not be possible to prepare high quality of audio visual aids.
What do you mean by the non-verbal communication? The non-verbal communication encompass to whole cost of the physicalized non-verbal cost, they do money, emotional stage, and complaint were present. Next, silence. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഒച്ചയെ പറയാതെ വളരെ സൈലന്റ് ആയിട്ട് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന സൈലന്റ് ആയി. ഈ സൈലന്റ് കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജ് സേഫ് ഫ്രം എംപ്രസ്. ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാതെ അട്രാക്ട് അപ്രീസിയേഷനെ കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടും. The more man speak, the less to understand. Therefore, വളരെ എഫക്റ്റീവ് ആയി. Or effective Abraham the remark after effective Abraham Lincoln remarked പറഞ്ഞിട്ടുള്ള the more on man speak, therefore as a manager of language sense. What do you mean by non-verbal communication? ഈ non-verbal communication ഉദ്ദേശിക്കുന്നത് encompasses a whole host of this physicalized non-verbal cause that a whole host of the emotional states and complement verbal message. What do you mean by the non-verbal communication? Some forms no verbal communication like handshake, in non-verbal communication. The first one, kinesics for body. അതായത് they include the deliberate hand gesture. In non-verbal communication, kinetic for body movements മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ പ്രവർത്തിക്കുകയാണ്. This includes the different hand gestures and head communication. പിന്നെ ഇവിടെ non-verbal nicic and body movements. These include the deliberate hand gestures and head movement like members. Next, posture. ഈ പോസ്റ്റർ വർദ്ധിക്കുമ്പോൾ
അങ്ങനെ ജനങ്ങളിലേക്ക് ഒരു ആകർഷണം. കൈൻഡ്നസ് ഫോർ ബോഡി മൂവ്മെന്റ്. ബോഡി മൂവ്മെന്റ് വളരെ കൈൻഡ്നസ് ആയി. അടുത്തത് പ്രോക്സിമേറ്റ് ഫോർ ദ ക്ലോത്ത് ഹോൾ. അടുത്തത് ഐ കോണ്ടാക്ട്, പരസ്യമായി കണ്ട് കോണ്ടാക്ട്. പോസ്റ്റേഴ്സ്. ഇനി ബിസിനസ് കമ്മ്യൂണിക്കേഷൻ റിഗാർഡിംഗ് ടു ദ ന്യൂ പ്രൊഡക്ട്സ് plays an important role in influencing. ഇപ്പൊ ഇവിടെ ബിസിനസ് for business communication regarding the new products play an important role influencing capture. Difference between the business communication and general communication. Under the characteristic of final definition, ഇവിടെ differentiate between a ഇവിടെ communication is a sum total of all things one person when he want to create understand in the mind of another. ഇവിടെ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നതല്ല, when he want to create understanding in the deep. പിന്നീട് ഇവിടെ നോൺ വെർബൽ ഉള്ളത് കൈനസസ് ഓർ ബോഡി. അടുത്തത് പ്രോക്സിസ് ഫോർ ക്ലോസ് ആൻഡ് പേഴ്സണൽ. നെക്സ്റ്റ് പോസ്റ്റർ. നെക്സ്റ്റ് ബൈ ഐ കോണ്ടാക്ട്. ഇപ്പൊ ഇവിടെ ഈ നോർമൽ കമ്മ്യൂണിക്കേഷനിൽ പെടുന്നത് കൈൻഡ്നസ് ഫോർ ബോഡി ഓഫ് മൂവ്മെന്റ്. നെക്സ്റ്റ് പ്രോക്സിമേറ്റ് ഫോർ പ്രോസസ് ഓഫ് പ്രിൻസിപ്പിൾ.
how that verbal communication can be improved. എങ്ങനെയാണ് ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്തെടുക്കുക? അതിൽ any awareness of non-verbal awareness of non-verbal behavior will allow you awareness ഉണ്ടായി ബെറ്റർ സെന്റർ ആയി കുറിച്ച് കൊടുക്കുന്നത്. അടുത്ത നോൺ അറ്റൻഷൻ നോൺ വെർബൽ ആയി. ഒന്ന് അവോയ്ഡ് ഗിവിംഗ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ. They are to be honest. So avoiding giving the conflict ഉണ്ടാകും, സംഘടന ഉണ്ടാകുന്നത്. ഒന്ന് പാരലാംഗ്വേജ്. Paralanguage is first step. Differentiate between business communication it is objective. There are two personal feelings for education. We discuss the purpose of business communication. ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ പർപ്പസ് എന്താ? For business communications is important to manage. വളരെ പ്രധാനം.
And business communication is important for margin of help. ഇനി ഡിസ്കസ് ദ പർപ്പസ് ഓഫ് ബിസിനസ്. എന്താണ് ഈ പർപ്പസ്, ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെ പർപ്പസ്? ഒന്ന്, മോട്ടിവേഷൻ, ഒരു പ്രചോദനം കിട്ടുകയാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. രണ്ട്, ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഒക്കെ ഷെയർ. നെക്സ്റ്റ്, സോഷ്യലൈസേഷൻ, ഇതെല്ലാം സമൂഹത്തിന് പ്രയോജനമുണ്ടാകും. ആൻഡ് കൺട്രോൾ, അവയെ നിയന്ത്രിക്കും. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജ് ബിസിനസ്. You would be about the bottom line for your business. Think will about the communication. അപ്പൊ നമ്മളൊരു കാര്യത്തെ കുറിച്ച് അറിയുന്ന ഒരു ശരിയായ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഗൈഡും കൗൺസിലിംഗ് ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്യും. ഇനി റിസോഴ്സ് ഓഫ് യൂട്ടിലൈസേഷൻ. ഇനി ഇൻക്രീസ് ദ മാനേജ്മെന്റ്. ഇൻക്രീസ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ഒരു പ്രത്യേകമായ കഴിവ്. ഇനി following steps are taken for sharing the knowledge with the remote. ഒന്ന്, കളക്ടിങ് ഇൻഫർമേഷൻ. ശരിയായ രീതിയിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. Is encouraged to collect the new information are relevant to their projected from various sources including public domain. The information collected for sharing the information. Informations എല്ലാം ഷെയർ ചെയ്യാം. യൂസ് ഓഫ് ഡിജിറ്റൽ ടൂൾസ്. പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ ടൂൾസ്. റീറ്റൻഷൻ. ഒന്ന്, സർട്ടിഫൈഡ് കസ്റ്റമേഴ്സ്. And the following systematic steps are used for improving customer satisfaction. The first one, seeking feedback from customers. നമ്മുടെ സീക്കിങ്, നമ്മൾ അന്വേഷിക്കണം അവരുടെ ഫീഡ്ബാക്ക്, ഓരോ കസ്റ്റമേഴ്സിന്റെയും ഫീഡ്ബാക്ക് എന്താണ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻസ് ബൈ ഇവിടെ യൂസ് ഓഫ് ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കും.
അപ്പൊ ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യും, കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുക. Improving the customer's satisfaction retention. More people now research business and only on customer reviewers on the patients, and he is the following are the systematic steps used for improving customers. The first one, seeking a feedback from customers. കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള വ്യക്തമായിട്ട് അറിവുണ്ടായി. എന്ത് ഗുഡ്സ് ആണ് അവർ ആവശ്യപ്പെടുന്നത്, ആ ഗുഡ്സുകൾ ആ വിഷയങ്ങൾ പരസ്പരം അത് പറഞ്ഞത് കൊടുക്കുകയുമായിട്ട് കറക്റ്റായി. സീക്കിംഗ് ഫീഡ്ബാക്ക് ഫ്രം കസ്റ്റമേഴ്സ് ആൻഡ് ഫോളോ ഓഫ് ദ ആക്ഷൻ ഓൺ ദ ഫീഡ്ബാക്ക്. ഈ ഫീഡ്ബാക്കിലൂടെ ആക്ഷൻ വരണം. ഇപ്പൊ കസ്റ്റമേഴ്സ് ഷുഡ് നോട്ട് അപ്രിസിയേറ്റ് വിത്ത് ലാംഗ്വേജ് മിസ്അപ്രിസിയേഷൻ. ഇനി അതും മൾട്ടി ചാനൽ സപ്പോർട്ട്. ഇനി ഹൗ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി യൂസ് ഫോർ ദ ബിൽഡിംഗ് ആൻഡ് ബെറ്റർ കമ്പനി ഇമേജ്. ഒന്ന്, presence of social media. Next, creating own business. അപ്പോൾ സാങ്കേതിക വളർച്ചകൾക്കനുസരിച്ച് മാറ്റങ്ങൾ. ഈ സ്മാർട്ട് ഫോൺസ് ആൻഡ് ആപ്ലിക്കേഷൻ ടുഡേ namely unlinked technology. അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് അത് വളരെ കൃത്രിമമായിട്ട് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ്. ആൻഡ് ഗൂഗിൾ ഡ്യൂപ്ലക്സ്. For Google launched in 2 years of duplex. One time, cool idea. What are some old of the last? Using technology and in communication has labor. And using technology. Using technology in communications has become in Google 2+ and chat box. അടുത്തത് interest on things. Interest on things. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി. And VR tools for population can be conducted. PO, അതായത് all in return, these techniques are higher and W2 tools of potential. ഇവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട.
the Liffey technology മുഖേന the following fact help choosing Kanan discussion. Importance of touching. For the various factors that are what are knowledge fast. ഇവിടെ ലിസ്റ്റ് ഓരോ കാറ്റഗറി ലിസ്റ്റുകൾ it is a message formal information. If it is necessary to record the message, is the right ശരിയാണ്. And confidential the purpose of the message. For sharing your information, list of places. The purpose of messaging us. And it is an interaction with this receiver required. ഒരു interaction പരസ്പരം ഒരു ബന്ധം കിട്ടാൻ. It is about showing some features of device. The size of audience. Audience പ്രായം കൂടിയോ പറഞ്ഞാലും അതിലൂടെ audience പറയുന്ന വളരെ സാധ്യതയുള്ളതാണ്. Next, informal channel communication. The informal channel communication is often discounted or local upon into organization. ഒരു കമ്മ്യൂണിക്കേഷൻ മുഖേന കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സ്പീഡ് വേണം, പാരലൽ ഫങ്ഷൻസ്. The channel used for transmitting communication from a business correspondence means the exchange of information.
in a written format for the process of business activities. ഈ ബിസിനസ് കറസ്പോണ്ടൻസ് എപ്പോഴും മീൻസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ വ്യക്തമായിട്ട് അറിയും. ബിസിനസ് കറസ്പോണ്ടൻസ് ക്യാൻ ബി ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദി ഓർഗനൈസേഷൻ with the organization or between the customers and the organization. The correspondence refers to the written communication between the person. Hence, oral communication or face-to-face communication is not. They discuss the basic principles of business ethics. Clarity and coherence. വളരെ നല്ല ക്ലാരിറ്റി ഉണ്ടാണ് പറയുന്ന കാര്യങ്ങൾക്കുള്ള and consideration. Try to visualize your readers' circumstances and problems, emotions, their desires. അപ്പോൾ ഇതൊരു കൺസിഡർ ചെയ്യേണ്ടത്, ഒരു പരിഗണിക്കപ്പെടുന്നത് അത് ബ്രീവിറ്റി ആയിരിക്കും. വളരെയധികം ബ്രീവിറ്റി എന്ന് വെച്ചാൽ വളരെ ബ്രീഫായിട്ടുള്ള ഐഡിയാസ് പാസ് ചെയ്യും, വളരെ സിമ്പിൾ ആയിട്ട്. ആൻഡ് കോൺടസി ആൻഡ് ഫ്രണ്ട് ലൈൻസ്, ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലായിരിക്കും അതിന്റെ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് കോൺഷ്യസ്, വളരെ ബോധപൂർവമായിരിക്കണം പറയുന്ന കാര്യം. കറക്റ്റ്നെസ് വളരെ ശരിയായിട്ടുള്ളതാണ്. ആൻഡ് കംപ്ലീറ്റ്നെസ്, അത് വളരെ പറയുന്നത് വളരെ വ്യക്തമായി അത് പൂർത്തീകരിക്കപ്പെട്ടതാണ്. ഒറിജിനാലിറ്റി ആയിരിക്കും, ഒരു ആർട്ടിഫിഷ്യൽ അല്ല, ഒറിജിനാലിറ്റി. നീറ്റ്നെസ് ആയിരിക്കും പറയുന്ന കാര്യങ്ങൾ. നീറ്റ്നെസ് ആൻഡ് പ്രൂഫ് റീഡിങ്. ഇനി the following points should always be kept in mind while writing letters. ഈ റൈറ്റിംഗ് ലെറ്റേഴ്സ് എഴുതാം പേപ്പറിൽ. Official concern paper quality should be good and size should be standard. ഈ പേപ്പറിൽ വരുമ്പോൾ അത് എഴുതപ്പെടുന്നു അതിന്റെ പേപ്പറിന്റെ ക്വാളിറ്റി. Quality should be good and size should be standard. ഇനി ടൈപ്പിംഗ്. അടുത്തത് പേപ്പർ. ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് പേപ്പർ ക്വാളിറ്റി ഷുഡ് ബി ഗുഡ് ആൻഡ് സൈസ് ഷുഡ് ബി സ്റ്റാൻഡേർഡ്. അതിന്റെ പേപ്പർ ക്വാളിറ്റി ഉള്ളത് നല്ല സ്റ്റാൻഡേർഡ്. ആൻഡ് ടൈപ്പിംഗ്, അത് ശരിക്ക് എഴുതുമ്പോൾ നിനക്ക് ടൈപ്പ് ചെയ്തത്, അപ്പോൾ വളരെ നീറ്റ്നെസ് ആയിരുന്നു. ആൻഡ് മാർജിൻ, അതിനൊക്കെ ഒരു പ്രോപ്പർ ആയിട്ട് മാർജിൻ ഒക്കെ കൊടുത്താൽ എല്ലാം കൂടെ കൂടി ഒന്നിച്ചിടുക, അത് പ്രോപ്പർ മാർജിൻ ഒക്കെ ഇട്ട് folding set is done according to type and size of the envelope that used for the sending the letter. ഈ ഫോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ ആ സൈസ് നമുക്ക് അനുസരിച്ചുള്ള ഫോൾഡിങ്. ഈ എൻവലപ്സ്, അതിന് പറ്റിയ എൻവലപ്സ് നമ്മൾ എഴുത്ത ലെറ്റർ അതിനുള്ളിലിട്ട് കൊടുക്കുക. Discuss the requisites for essential for a good business letter. എന്താണ് ഏറ്റവും നല്ല ബിസിനസ് ലെറ്റേഴ്സ്? ആ ബിസിനസ് ലെറ്റേഴ്സിലെ എസെൻഷ്യൽ എന്താണ് ഉണ്ടാവുക? ക്ലാരിറ്റി വെച്ചാൽ വളരെ വ്യക്തമായിരിക്കും. ആൻഡ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം. സെക്കൻഡ്, ഇമ്പാക്ട് ഉണ്ടാവും. നെക്സ്റ്റ്, റെലവന്റ് ഇൻഫർമേഷൻ, ശരിയായതുള്ള ഇൻഫർമേഷൻ ആക്ഷൻ. അതിനകത്ത് നേരത്തെ പറഞ്ഞ ബ്രീവിറ്റി ഉണ്ടാവും. ഒരു ബ്രീഫ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. സിംപ്ലിസിറ്റി, വളരെ സിംപ്ലിസിറ്റി ആയിരിക്കും.
സിമ്പിൾ ആയിട്ട് ഐഡിയാസ് ആൻഡ് ടൈംലെസ്, സമയബന്ധിതമായി. ഇതെല്ലാം നല്ല ലെറ്റർ ഉണ്ടാവുന്ന കാര്യം. പിന്നെ ഒരു സ്റ്റൈലിംഗ് ആയിരിക്കണം. എ ഗുഡ് ലെറ്റർ ഷുഡ് അപ്പീൽ ടു ദി റീഡിംഗ് സെൻസിബിലിറ്റീസ്. ഒരു സ്റ്റൈൽ ഓഫ് ഇതായിരിക്കും. ആൻഡ് പോസിറ്റീവ് അപ്രോച്ച്. ഇതെല്ലാം ശരിയായ ലെറ്ററിന് ആവശ്യം. ഡിസ്കസ് അബൌട്ട് ദ സ്റ്റൈൽ ഓഫ് ബിസിനസ് ലെറ്റേഴ്സ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, നല്ല ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഡയറക്റ്റ് അപ്രോച്ച് ആയിരിക്കും. യൂസ് ഓഫ് ആക്റ്റീവ് വോയിസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആയിരിക്കും. അവോയ്ഡൻസ് ഓഫ് അബ്സല്യൂട്ട് ലാംഗ്വേജ്. അപ്പോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റും ഡയറക്റ്റ് അപ്രോച്ച് ആയിരിക്കും. ഒരു ബിസിനസ് ലെറ്റേഴ്സ് ആവശ്യമാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഡയറക്റ്റ് സ്റ്റൈലായി. യൂസ് ഓഫ് ആക്റ്റീവ് വോയിസ് ഓഫ് കൺസ്ട്രക്ഷൻ. അവോയ്ഡൻസ് ഓഫ് അബ്സല്യൂട്ട് ലാംഗ്വേജ്. ആവശ്യമില്ലാത്ത ലാംഗ്വേജുകളൊക്കെ. What steps taken for a successful letter? Assuming relevant factors. Another factors are the person to whom the letter is to be addressing. The policy of the company as to what the letter is to be written because of the previous correspondence on the matter with the person and reason for writing it. Information need of the ആവശ്യമായ അറിയിപ്പുകൾ. Selecting the right approach. ശരിയായ രീതിയിൽ അപ്രോച്ച് ആണ്. അതായത് in the case the writer comes to the subject matter straight away without giving any introductions. The request to samples may begin. Will you please request ചെയ്യുന്നത് ലെറ്റർ കാണുമ്പോൾ തന്നെ ഒരു സിംപ്ലിസിറ്റിയോ. ഇൻഡയറക്റ്റ് അപ്രോച്ച്, ഡയറക്റ്റ് അപ്രോച്ച്, ഇൻഡയറക്റ്റ് അപ്രോച്ച് ആൻഡ് പെർസ്യൂസ് അപ്രോച്ച്. അതിന് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് തിരിച്ച ഒരു വായിക്കുമ്പോൾ രസമായി. Preparing a plan. Before actually writing the letter, one must think about the purpose of the letter. എന്ത് ഉദ്ദേശമാണ് letter? The person to whom letter is addressed, ആരെയാണ് അഡ്രസ് ചെയ്യുക. Making letter interesting. And contents of letter. Letter എന്തെല്ലാം ഉണ്ടാകും. First paragraph to attract attention. For letters, inquiries and quotation orders and acceptance. Letters of claim and complaints and adjustments. ഒരു സ്റ്റാറ്റസ് നോക്കി ഒരു ലെറ്ററിന് ഒരു മാതൃകയും ഒരു സ്പെസിഫിക് എന്ന് വെച്ചാൽ ആദ്യം അതിന്റെ സ്ഥലം, ഡേറ്റ്, ആരെ അഡ്രസ് ചെയ്യണം, ഇതെല്ലാം അതിനകത്ത് എഴുതും. ഒരു മാറ്റർ ഉണ്ടായി, സെലക്റ്റീവ് ആയി. ലെറ്ററിന് കൊട്ടേഷൻസ് ഉണ്ടായി. ലെറ്ററിന് ഒരു കൊട്ടേഷൻ. ലെറ്റർ വിടുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ സ്ഥലം, അതിന്റെ ഡേറ്റ്, ആരെയാണ് അഡ്രസ് ചെയ്യേണ്ടത്, ലെറ്ററിന്റെ എന്ത് മാറ്റർ വേണം, അതുപോലെ തന്നെ അത് അവസാനിക്കുമ്പോൾ അതിന് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി മിസസ് തിയോല എന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരെ അത് ആകർഷിക്കുന്നുണ്ട്. ഒരു ഇംപ്രസീവ് ആയി. Letters claim to complaints and adjustments. Agency of letters.
ഇപ്പോൾ ലെറ്റേഴ്സിനെല്ലാം എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. ലെറ്റേഴ്സ് ബിസിനസ് ലെറ്റേഴ്സ് ആണ്. ബിസിനസ്സിന് എന്ത് ആവശ്യത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇവയെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് അതിനകത്ത് എഴുതും. ഈ ബാങ്കിങ് ലിറ്ററേഷൻ സമയത്തോളം കസ്റ്റമേഴ്സ് ബാങ്ക് റിലേഷൻഷിപ്പ് ഡിപ്പെൻസ് ഓൺ ദ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. അല്ലെ, ബാങ്കുമായിട്ട് ഒരു മ്യൂച്വൽ കോൺഫിഡൻസ്. ലെറ്റേഴ്സ് റിട്ടേൺ ബാങ്ക് ഷുഡ് ബി ബ്രീഫ് ആൻഡ് എക്സാക്ട്. വളരെ ബ്രീഫായിട്ട് ഇഷ്യൂ ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ്, ലെറ്റേഴ്സ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്ക് കളക്ട് ചെയ്യാൻ, ലെറ്റേഴ്സ് ഫോർ ഇഷ്യൂ ഡ്രാഫ്റ്റുകൾ ശരിയാക്കാനായിട്ട്, ലെറ്റേഴ്സ് ഫോർ അഡ്വൈസിങ് പേയ്മെന്റ്സ്. ഇതെല്ലാം ഈ ബാങ്കിങ് ലെറ്റേഴ്സ് ഒരു കസ്റ്റമർ ബാങ്ക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ലെറ്റേഴ്സ് ഒക്കെ. ഇഷ്യൂ ഓഫ് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ്, ലെറ്റേഴ്സ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ലെറ്റേഴ്സ് ഇഷ്യൂ ഡ്രാഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ലെറ്റേഴ്സ് ഗിവിംഗ് ദ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ്, ലെറ്റേഴ്സ് ഫോർ ഓർഡർ ഓൺ അക്കൗണ്ട്സ്, ലെറ്റേഴ്സ് അഡ്വൈസിങ് പേയ്മെന്റ് ബിൽ. ഇതെല്ലാം ആവശ്യത്തിന് നമ്മൾ അതിനകത്ത് എഴുതും. ഇതൊക്കെ ബിസിനസ് ലെറ്റേഴ്സ് ആവശ്യം. Time is over. Today finish the class. Goodbye.